ആദ്യം അങ്കോലയിലെ രക്ഷാദൗത്യത്തിന്റെ വാർത്തകളിലേക്ക് തന്നെയാണ്. അങ്കോലയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തെരച്ചിൽ ഇന്നിപ്പോൾ 7ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. മണ്ണിൽ 15 മീറ്റർ ആഴത്തിൽ മെറ്റൽ സാന്നിധ്യം കണ്ടെത്താനാകുന്ന റഡാർ ഇന്ന് തെരച്ചിലിനായി സൈന്യം എത്തിക്കും. മണ്ണ് നീക്കം ചെയ്യാത്ത കൂടുതൽ സ്ഥലങ്ങളിലേക്ക് റഡാറിന്റെ സഹായത്തോടെ തെരച്ചിൽ വ്യാപിപ്പിക്കും. അതേസമയം ലോറി പുഴയിലേക്ക് പതിച്ചെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ NDRFും നാവികസേനയുടെ സ്കൂബ സംഘവും ഗംഗാവാലി നദിയിൽ ഇന്നും തെരച്ചിൽ തുടരും. അങ്കോലയിൽ നിന്ന് സുനിൽ ഐസക്കാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. സുനിൽ, ഇന്നിപ്പോൾ സൈന്യം തെരച്ചിൽ അല്പസമയത്തിനകം തന്നെ പുനരാരംഭിക്കുമെന്നുള്ള വിവരങ്ങൾ, സൈന്യത്തിന്റെ വാഹന വ്യൂഹങ്ങളൊക്കെ എത്തുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ ലഭിച്ചിരുന്നു. എന്തായാലും ഇന്നിപ്പോൾ ദേശീയപാതയിലെ മണ്ണ് നീക്കുന്നതോടൊപ്പം തന്നെ സമാന്തരമായി ഗംഗാവാലിയിൽ കൂടെ പരിശോധന നടത്താനുള്ള നീക്കത്തിലായിരുന്നു. കഴിഞ്ഞ ദിവസം ഇന്നലെ നമുക്കറിയാം, രാവിലെ തുടങ്ങുന്ന സമയത്ത് മണ്ണ് NHLA മാത്രം മണ്ണ് മാറ്റിയാൽ മതി, അവിടെ തന്നെ ഉണ്ടാകുമെന്നൊരു നിഗമനമായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ പുഴയിലേക്ക് പതിച്ചിരിക്കാനുള്ള സാധ്യതകൾ കൂടി പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ രണ്ടിടങ്ങളിലും ഒരേപോലെയുള്ള തെരച്ചിലായിരിക്കുമോ ഇന്ന് നടക്കുക? ജിൽസി, അർജുന് വേണ്ടിയുള്ള ഒരു നാടിന്റെ കാത്തിരിപ്പ് ഇന്ന് 7ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് 7ാം ദിവസത്തെ തെരച്ചിൽ അല്പസമയം മുമ്പ് ആരംഭിച്ചിട്ടുണ്ട്. കരസേനയുടെ 60-അംഗ സംഘവും ഒപ്പം റെസ്ക്യൂ ടീം ഒപ്പം ദേശീയ ദുരന്ത നിവാരണ സേന അടക്കമുള്ളവരുടെ നേതൃത്വത്തിലാണ് തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 2 തരത്തിലുള്ള 2 ഭാഗങ്ങളായി തിരിഞ്ഞുള്ള തെരച്ചിലാണ് ഇന്ന് നടക്കുന്നത്. ഒന്ന്, ഈ പുഴയോട് ചേർന്നുള്ള കിടക്കുന്ന മണ്ണ്, അത് വലിയ രീതിയിൽ മണ്ണവിടെ വീണ് കിടക്കുന്നുണ്ട്. ആ മണ്ണ് പരിശോധിക്കുക എന്നതാണ് ചെയ്യുന്നത്. അത് കരസേന അംഗങ്ങൾ അത് പരിശോധിക്കും. ഒപ്പം ഈ റോഡിനരികിൽ വീണ് കിടക്കുന്ന മണ്ണിന്റെ ബാക്കി ഭാഗങ്ങൾ ഈ ദേശീയ ദുരന്ത നിവാരണ സേനയും ഫയർഫോഴ്സും ഒപ്പം ഈ സന്നദ്ധ സംഘടനകൾ ചേർന്ന് ഉള്ള ആളുകളും അവരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് ആ ഭാഗത്തെ മണ്ണ് പരിശോധിക്കുക. ഇതിനൊപ്പം പുഴയിലും ഇന്ന് നാവികസേനയുടെ പരിശോധന നടക്കുന്നുണ്ട്. അത്തരത്തിൽ 3 സംഘങ്ങളായി തിരിഞ്ഞ് ഇന്ന് വിപുലമായ ഒരു പരിശോധന നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ആ പരിശോധന, അതിൽ നാവികസേന ഒഴികെയുള്ള മറ്റ് 2 ടീമുകളുടെയും മണ്ണ് മാറ്റിയുള്ള പരിശോധന ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് മണ്ണിനടിയിൽ ഏതാണ്ട് 15 മീറ്ററോളം ആഴത്തിൽ ഉള്ള മെറ്റൽ പോലും തിരിച്ചറിയാൻ കഴിയുന്ന തരത്തിലുള്ള ആധുനിക രീതിയിലുള്ള റഡാർ എത്തിച്ച് അത്തരത്തിലുള്ളൊരു പരിശോധനയായിരിക്കും ഇന്ന് നടത്തുകയെന്നാണ് കഴിയുന്നത്. കഴിഞ്ഞ ദിവസം പക്ഷേ റഡാർ പരിശോധന നടത്തിയിരുന്നു. അന്ന് പക്ഷേ ഒരു 3 മീറ്റർ താഴത്തിൽ മാത്രമുള്ള മെറ്റൽ കണ്ടന്റാണ് കണ്ടുപിടിക്കാൻ കഴിയുന്ന യന്ത്രം ഉപയോഗിച്ചായിരുന്നു, അല്ലെങ്കിൽ റഡാർ ഉപയോഗിച്ചിട്ടായിരുന്നു പരിശോധന. ഇന്ന് പക്ഷേ കുറേ കൂടി ആഴത്തിലുള്ള വസ്തുക്കൾ തിരിച്ചറിയാൻ കിട്ടുന്ന തരത്തിൽ ആ പരിശോധന നടത്തുമെന്നാണ് ഇന്നലെ കരസേനയുടെ മേജർ അഭിഷേക് നമ്മളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത്. എന്തായാലും ഇപ്പോഴും ഒരു കുടുംബം പ്രതീക്ഷ പുലർത്തുന്നത് ഒന്നെങ്കിൽ ഈ പുഴയോട് ചേർന്നുള്ള മണ്ണിൽ, അതല്ലെങ്കിൽ ഈ ലോറി പാർക്ക് ചെയ്തിട്ടുള്ള സ്ഥലത്ത് ഇപ്പോഴും മണ്ണ് കെട്ടിക്കിടക്കുന്നുണ്ട്. ആ ഭാഗത്ത് അവിടെ എവിടെയെങ്കിലും ഈ ലോറി ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ബന്ധുക്കളും കുടുംബവും നാട്ടുകാരും ഒക്കെ ഉള്ളത്. അങ്ങനെ ഒരു പ്രതീക്ഷയാണ് അവർ രാവിലെ നമ്മളോടൊക്കെ സംസാരിക്കുമ്പോൾ പങ്കുവെക്കുകയും ചെയ്യുന്നത്. എന്തായാലും കോഴിക്കോട് MP MK രാഘവൻ അടക്കമുള്ള ആളുകൾ ഈ പരിശോധന നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അവരും ഈ പരിശോധനയ്ക്ക് സംഘത്തിനൊപ്പം രാവിലെ തന്നെ ചേർന്നിട്ടുണ്ട്. പക്ഷേ രാവിലത്തെ ഒരു പ്രശ്നം വലിയ ശക്തമായ മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ മഴ വലിയ രീതിയിൽ ഈ തെരച്ചിലിനെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് എന്ന് പറയാതിരിക്കാനാവില്ല. കാരണം ആ പ്രദേശത്തിൻ്റെ ഒരു നിലവിലെ ഒരു സ്ഥിതി അങ്ങനെയാണ്. അതായത് വലിയ തോതിൽ മണ്ണ് ഇങ്ങനെ വലിയ കുന്നുപോലെ ഒരു ഭാഗം ഇങ്ങനെ മണ്ണിടിഞ്ഞതിൻ്റെ ബാക്കി നിൽക്കുന്നുണ്ട്. ആ ഭാഗത്തു നിന്ന് വെള്ളം ഇങ്ങനെ കുത്തി ഒലിച്ച് താഴേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും ഈ രക്ഷാപ്രവർത്തനത്തെ അത് പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. മാത്രമല്ല വലിയ പാറകൾ, ഒരുപക്ഷെ ഈ JCB മറ്റുമൊന്നും ഉപയോഗിച്ച് മാറ്റാൻ കഴിയാത്ത തരത്തിൽ അത്ര വലിയ പാറകൾ അവിടെ വീണ് കിടക്കുന്നുണ്ട്. അത്തരം പാറ പൊട്ടിക്കാൻ കഴിയുമോ എന്നാണ് ഇന്ന് ശ്രമിക്കുന്നത്. അത്തരം പാറകൾ പൊട്ടിച്ച് മാറ്റാനുള്ള ഒരു ശ്രമവും നടത്തുന്നുണ്ട്. കാരണം ഇന്നലെ ഈ തെരച്ചിൽ സംഘത്തിലുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ അവർ പങ്കുവച്ച ചില കാര്യങ്ങളുണ്ട്. അതായത് ഒരുപക്ഷെ ഈ വലിയ പാറക്കല്ലുകൾ വന്ന് ഈ ലോറിയുടെ മുകളിലേക്ക് വീണ് ലോറി താഴേക്ക് അമർന്നു പോയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ പെട്ടെന്ന് തന്നെ ഈ ലോറിയിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ പാറക്കല്ലുകൾ മാറ്റിക്കൊണ്ട് മാത്രമേ അവിടെ പരിശോധന നടക്കൂ. അത്തരം കാര്യങ്ങളിലേക്കാണ് ഇന്ന് പോവുക എന്നാണ് ഇന്നലെ തെരച്ചിൽ സംഘത്തിൽപ്പെട്ട ആളുകളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്. എന്തായാലും അതിനൊപ്പം തന്നെ ഇന്ന് ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ അല്പസമയത്തുള്ളിൽ നാവികസേനയുടെ സംഘവും എത്തുന്നുണ്ട്. അവരും ഒരു പരിശോധന നദിയിൽ നടത്തുന്നുണ്ട്. പക്ഷേ നദിയിലെ ഒരു വിഷയം, ഏതാണ്ട് 20 അടി താഴ്ചയിൽ വെള്ളമുള്ള വലിയ നദിയാണ് ഈ ഗംഗാവലി എന്ന് പറയുന്ന നദി. ആ നദിയിൽ പക്ഷേ
ആ നദിയുടെ മുകളിലേക്ക് പോലും മൺകൂന വന്ന് നിൽക്കുന്ന തരത്തിൽ വലിയ തോതിൽ മണ്ണ് ഈ ഇടിഞ്ഞ് നദിക്കുള്ളിലേക്ക് വന്ന് വീണിട്ടുണ്ട്. സ്വാഭാവികമായും നദിക്കുള്ളിലെ മണ്ണ് മാറ്റിയിട്ടുള്ള പരിശോധന പ്രായോഗികമല്ല. കാരണം കുത്തിയൊഴിക്കുന്ന നദിയാണ്, വലിയ വെള്ളപ്പൊക്കത്തിൻ്റെ സമയമാണ്. സ്വാഭാവികമായും അവിടുത്തെ പരിശോധന അത്തരത്തിൽ നടക്കില്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയും നദിയിൽ അസാധ്യമാണെന്നാണ് അതുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിദഗ്ധർ പറയുന്നത്. കാരണം വെള്ളത്തിനകത്ത് റഡാർ ഉപയോഗിച്ച് പരിശോധിക്കാൻ കഴിയില്ല എന്നാണ് അവർ പറയുന്നത്. സ്വാഭാവികമായും മറ്റു തരത്തിലുള്ള പരിശോധന മാത്രമാണ് നേവി സംഘത്തിനെ കൊണ്ട് നടത്താൻ കഴിയുക. അതുപോലെ കുടുംബം നേരത്തെ ജിതിൻ നമ്മളോട് സംസാരിച്ചിരുന്നു. ആ സമയത്ത് ജിതിൻ പറയുന്ന കാര്യം